വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു DIY ആണ്. ഇന്ന് നമ്മൾ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു മോയ്സ്ചറൈസിങ് നൈറ്റ് ക്രീമാണ് കേട്ടോ. അപ്പം വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു നൈറ്റ് ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ നമ്മുടെ ക്രീം കാണിച്ചു തരാം. ഇതാണ് ക്രീം, കണ്ടോ? നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീമാണ്. അപ്പം ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു ക്രീം നമ്മൾ കണ്ടിട്ടുണ്ട്, ബേബി ലോഷനിലേക്ക് മിൽക്ക് പ്ലസ് റൈസ് പ്ലസ് മിൽക്ക് ക്രീം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ക്രീമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു നൈറ്റ് ക്രീമാണ്. നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്കിന്നിൽ, നമ്മുടെ ഫേസിലായാലും നമ്മുടെ കയ്യിലായാലും കാലിലായാലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് കിടക്കാൻ പറ്റിയ ഒരു സൂപ്പർബായിട്ടുള്ള ഒരു ക്രീമാണ്. ഇതൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. നമ്മുടെ സ്കിൻ നല്ല നമ്മുടെ സ്കിൻ നല്ല മോയ്സ്ചർ ആക്കി വെക്കാൻ, അതുപോലെ സ്കിൻ നല്ല സോഫ്റ്റ് ആവാനും ഒരു ബ്രൈറ്റൻ ആവാനും ഒക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർബായിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പോൾ ഇതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അങ്ങനെ നമ്മുടെ ക്രീം ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അരിയാണ്. ഞാനിവിടെ പച്ചരിയാണ് എടുത്തേക്കുന്നത്. ഇതൊരു 3 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ കുതിർത്ത് വെച്ച അരിയാണ്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കേണ്ടത്. തരിയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്ട്രെയിനർ വെച്ച് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. കുറച്ചുപോലും തരിയില്ലാതെ നല്ലപോലെ തന്നെ അരച്ചെടുക്കണം. നല്ല തിക്കായിട്ടാണ് നമുക്ക് അരച്ച് കിട്ടുന്നതെങ്കിൽ കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുത്ത് ലൂസാക്കി എടുക്കണം. നമുക്കിത് സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ കുറുക്കിയെടുക്കാനുള്ളതാണ്. അപ്പം ഒരുപാട് കട്ടിയായി പോയാൽ വേഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ലൂസാക്കിയിട്ട് വേണം നമ്മളിത് സ്റ്റൗവിൽ വെക്കാനായിട്ട്. അപ്പോൾ എന്തേ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരിപ്പൊടിയും പാലും കൂടെയുള്ള മിക്സിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ നല്ല കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഓൺ ചെയ്യുക. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈ എടുക്കാതെ തന്നെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കരിയാനുള്ള അല്ലെങ്കിൽ അടുക്കി പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ മിക്സ് നല്ലപോലെ ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ? അപ്പം ഈ ഒരു തിക്നെസ്സിലോട്ടൊക്കെ മാറുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും കട്ടിയായിട്ട് ഇരിക്കുന്ന കണ്ടിട്ട് പേടിക്കേണ്ട. നമുക്കിതിലേക്ക് ഇനി വേറെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇനി അടുത്ത ഞാനിവിടെ എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് ഞാനിവിടെ നമ്മുടെ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പം മാർക്കറ്റിൽ കിട്ടുന്ന അലോവേര ജെല്ലുണ്ടെങ്കിൽ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ അരിപ്പൊടിയും പാലും കൂടെ ഉള്ള ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യാൻ പാടായിട്ട് തോന്നുവാണെങ്കിൽ ജസ്റ്റ് മിക്സിയിൽ ഒന്ന് കറക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇതേപോലെ കിട്ടും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കണം. ഞാനിവിടെ ബേബി ഓയിലാണ് എടുത്തേക്കുന്നത്, ഡവിൻ്റെ ബേബി ഓയിൽ. അപ്പോൾ ഇതിന് പകരം ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ബദാം ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിൽ അങ്ങനെയുള്ള ഓയിലൊന്നുമല്ല. ബദാം ഓയിൽ, ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ബേബി ഓയിൽ, ഈ 3 ഓയിലിൽ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, ഇപ്പം അലോവേര ആർക്കെങ്കിലും അവൈലബിൾ അല്ലാതുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ വാങ്ങാൻ കിട്ടുമല്ലോ, അത് പൊട്ടിച്ച് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ക്യാപ്സൂൾ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീമാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ക്രീം ഒരു ബോട്ടിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ ഈ ഒരു ക്രീമിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 1 വീക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളിതിൽ കെമിക്കൽസും പ്രിസർവേറ്റീവും ഒന്നും ആഡ് ചെയ്യാത്ത കാരണം ഇത് വേഗം ചീത്തയായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. 1 വീക്ക് മാത്രമേ യൂസ് ചെയ്യാനും പറ്റത്തുള്ളൂ. എൻ്റെ ഫേസിൽ തന്നെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ അബ്സോർവ് ആവും. നമ്മുടെ സാധാരണ ക്രീം പോലെ തന്നെ നല്ലപോലെ അബ്സോർവ് ആവുന്ന ഒരു ക്രീമാണ് കേട്ടോ.
അപ്പോൾ അതെ ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീം പോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ അബ്സോർവ് ആവുന്ന ഒരു ക്രീമാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ടിനെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വീണ്ടും നല്ലൊരു എന്റർടൈനിങ് അല്ലെങ്കിൽ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ